വീണ്ടും വീക്ക് ഡേ, വീണ്ടും PVR പാസ്പോർട്ട്. PVR പാസ്പോർട്ട് ഉപയോഗിച്ച് 123 രൂപ കൺവീനിയൻസ് ഫീ അടക്കം അത് പ്ലേ ചെയ്തിട്ടാണ് ഞാൻ മാർഗൻ കണ്ടത്. മാർഗൻ PVR ഫോറം മോളിലുള്ള ഓഡി 1-ലാണ് പ്ലേ ചെയ്യുന്നത്. ഓഡി 1 എന്നുള്ളത് ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. പക്ഷേ ഈ സ്കോപ്പ് മൂവി ആയിട്ടുള്ള ഈ മാർഗൻ അവർ ഈ ഓഡി 1-ലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഇടക്കിടക്ക് ഇവർ ഇതുപോലെ കോണ്ടന്റ് മിസ് മാനേജ്മെന്റ് ഒക്കെ നടക്കും. പക്ഷേ നമുക്ക് ലാഭമാണല്ലോ, PVR പാസ്പോർട്ട് ഉണ്ടല്ലോ. വിജയ് ആന്റണി നായകനായിട്ടുള്ള മാർഗൻ. ഈ മാർഗൻ എന്നുള്ള സിനിമയെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് കണ്ടു കാണും. സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയിൽ നിറയെ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ്. വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ട്രൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് റിവ്യൂസ് ഞാനും കണ്ടു. അപ്പൊ PVR പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീക്ക് ഡേ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ് ഈ പടം കാണാനായിട്ട്. കാരണം തമിഴ് സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവരൊരു ജോണറിൽ സ്റ്റിക്ക് ചെയ്ത് നിന്ന് പടം എടുക്കില്ല. അവരെല്ലാം കൂടി മിക്സ് ചെയ്ത് അവിയൽ പരുവമാക്കിയിട്ടാണ് ഇവർ പടം എടുക്കുക. അപ്പോൾ ഇതൊരു സൂപ്പർ നാച്ചുറൽ പ്ലസ് ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് ആക്ഷൻ ത്രില്ലർ റിവഞ്ച് അങ്ങനെ എന്ത് വേണേലും പറയാം. കാരണം ഇതൊരു അവിയൽ പരുവമാണ് ആണല്ലോ, അങ്ങനെയാണല്ലോ ഒരു പടം എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ തുടക്കം ഗംഭീരമാണ്. അതായത് ഈ സിനിമ തുടങ്ങുന്നത് യാതൊരുവിധ ഇതുമില്ലാതെ ഡീവിയേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നേരിട്ട് കഥയിലേക്ക് കടന്ന് വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു തുടക്കമാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. പിന്നീട് സിനിമയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ഒരു പയ്യൻ ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പടമെന്ന് തോന്നുന്നു. ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് പുള്ളിയുടെ. അപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറിലേക്ക് പോകുന്നു. പക്ഷെ ഈ സിനിമയ്ക്ക്, ഈ പർട്ടിക്കുലർ മാർഗൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് പുള്ളിയുടെ ഫ്ലാഷ് ബാക്കോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് പറയാണ്ട് പുള്ളിയുടെ ഒരു ലവ് ഫെയിലിയർ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട്, മറ്റേ തേപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ വരുന്നത്. സൂപ്പ് ബോയ്സിന്റെ കഥയാണ് കൂടുതലും തമിഴ് സിനിമയിൽ പറയുന്നത്, അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്ക്, ഈ പർട്ടിക്കുലർ പടത്തിന് ആവശ്യമില്ല. എന്നാലും ഇതിങ്ങനെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് ഈ സിനിമ പിന്തുടരുന്നത്. അങ്ങനെ അപ്പൊ ഓക്കെ, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്റർവെൽ വരുന്നു. ഇന്റർവെൽ വരുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെയോ പുതുതായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ ആ രീതിയിലൊക്കെയാണ് ഈ സിനിമ പോകുന്നത്. അപ്പൊ ഇതിനകത്തൊരു സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ആക്ച്വലി ഈ സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ഈ ക്യാരക്ടറോട് മോനെ നീ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യും, പിറ്റേ ദിവസം നമുക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആളെ കണ്ടുപിടിക്കാം. കാരണം ഇതൊരു കില്ലറിനെ അന്വേഷിക്കുന്ന കഥയാണല്ലോ. അങ്ങനെയുള്ളതാണ്. അതായത് ഒരു സൂപ്പർ നാച്ചുറൽ പവർ കാണിക്കുന്നുണ്ട്. അതിനു വേണ്ടി ഇവർ കാണിക്കുന്ന ഡീറ്റെയിലിംഗ്, അതായത് ഒരു റീസൺ എന്ന് പറയുന്നത് സിദ്ധ മെഡിസിൻ ആണ്. അപ്പോൾ ഈ സിദ്ധന്മാരുടെ കാര്യം എന്ന് പറയുമ്പോൾ ഈ സിദ്ധ സ്കാമിന്റെ ഭാഗമായിട്ട് ഈ വർഷം ഇറങ്ങുന്ന രണ്ടാമത്തെ പടമാണ് ഈ മാർഗൻ എന്ന് പറയുന്നത്. അഗത്യ എന്ന് പറയുന്ന ഒരു അർജുൻ ജീവയ്ക്ക് അഭിനയിച്ചിട്ടുള്ള ഒരു പടം ഈ വർഷം ഇറങ്ങിയിരുന്നു. ആരും കണ്ടില്ല, പക്ഷെ ഞാൻ ഇതേ ഫോറമോളിൽ ഇവിടെയുള്ള PVRൽ ഞാൻ കണ്ടതാണ് ഈ പടം. ഇവിടെ ഇരുന്ന് തന്നെയാന്ന് തോന്നുന്നു ഞാൻ അതിനൊരു റിവ്യൂ പറഞ്ഞത്. അപ്പൊ അതിന്റെ സെക്കൻഡ് സ്കാം എന്നും പറഞ്ഞിട്ട് ഇതിനകത്തൊരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് കാണിച്ചിട്ട് ആ എലമെന്റിന് വേണ്ടിയിട്ടുള്ള അതിന്റെ റീസൺ, അതായത് അതിന്റെ കാരണമായിട്ട് പറയുന്നത് ഈ സിദ്ധന്മാരുടെ കഴിവൊക്കെയാണ് പറയുന്നത്. സിദ്ധന്മാര് ചൈന വരെയൊക്കെ സഞ്ചരിച്ചത് മറ്റേ ഭൗതിക ശരീരം കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തോന്നുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഒരു കാര്യം കാണിച്ചു. എന്നാൽ ആ കാര്യം കാണിച്ച് അതിലൂടെ മൊത്തം ഈ പറയുന്ന ഇതിനകത്തുള്ള കേസ് മുഴുവൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിനകത്തേക്ക് പോയിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ പടമായി മാറൂലേ, സൂപ്പർ ഹ്യൂമൻ പടമായി മാറൂലേ. അപ്പൊ അത് പിന്നീട് അവർക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലർ എന്നുള്ള രീതിയിലാണ്, ആ രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോജിക്കലി ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അതായത് അനാവശ്യമായിട്ടുള്ള കുറെ സീൻ ഇവർ കാണിച്ചിരിക്കുന്ന ഈ ലോജിക്കില്ലായ്മ, പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നു ആ രീതിയിലുള്ള ഒരു കഥ പറച്ചിൽ, ഇതെല്ലാം കൊണ്ട് മൊത്തം ഒരു തൃപ്തികരമായിട്ടുള്ള അനുഭവം അല്ല ഈ മാർഗൻ എന്നുള്ള സിനിമ എനിക്ക് നൽകുന്നത്. ഇനി ഈ സിനിമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു സസ്പെൻസ് ത്രില്ലറാണ്, ഒരു ഹൂഡണിറ്റ് ത്രില്ലറാണ്. ഈ ഹൂഡണിറ്റ് എന്ന് പറയുന്ന ഒരാളെ കാണിക്കണമല്ലോ, കാണിച്ചിട്ട് അയാൾ എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതിനൊക്കെ ഉത്തരം നൽകിയാണ് ഇതുപോലുള്ള സിനിമകൾ അവസാനിക്കുന്നത്. അപ്പോൾ ഇത് ഉത്തരം നൽകുമ്പോൾ നമ്മൾ ഈ സ്ക്രീനിലെ ഓരോരോ സീൻസ് ഒക്കെ കൈ കാണുമ്പോൾ ഓക്കെ അങ്ങനെയാണ്, പക്ഷെ തൊട്ടടുത്ത സെക്കൻഡിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താ അങ്ങനെയെന്നുള്ള, അതായത് തികച്ചും ലോജിക്കലായിട്ട് ഒട്ടും കൺവിൻസിങ് അല്ലാതായിട്ടുള്ള കുറച്ച് സീനുകളാണ് ക്ലൈമാക്സ് പോർഷനിൽ ഈ സിനിമ നൽകുന്നത്. ഇതിന്റെ ക്ലൈമാക്സിന്റെ സ്റ്റേജിങ് എന്നൊക്കെ പറയുന്ന ഒരു ധൃതി പിടിച്ച് അവർക്ക് അറിയാം. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ചോദ്യങ്ങളൊക്കെ പ്രേക്ഷകരെ മനസ്സിലെത്തുന്നതിന് മുമ്പ് തന്നെ പടം തീർക്കാം എന്നുള്ള ധൃതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അതുപോലെ പെട്ടെന്ന് തന്നെ പടം അവസാനിച്ചു. അപ്പോൾ ഇതൊരു മോശമായിട്ടുള്ള തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അല്ല, ഒരു ആവറേജ് എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. പക്ഷെ ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ, കുറച്ചും കൂടി നന്നാക്കാൻ പറ്റുന്നു. ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് വലിച്ച് ഒരു അവിയൽ പരുവമാക്കാതെ ഡീസന്റ് ആക്കാവുന്ന ഒരു സിനിമയായിരുന്നു. തമിഴിൽ തന്നെ ഈ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിലൂടെ വളരെ ഡീസന്റ് ആയിട്ട് കഥ പറഞ്ഞ ഈറം പോലുള്ള സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ വളരെ കുറവാണ്, റയറായിട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലേ ഉള്ളൂ ആ ഒരു ജോണറിൽ നിന്ന് ഡീസന്റ് ആയിട്ട് കഥ പറയുന്നത്. ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് അവിയൽ പരുവമാക്കി മസാല പരുവമാക്കി നശിപ്പിച്ചു എന്നാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം.